അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ റബീഉൽ അവ്വലായിട്ട് ബന്ധപ്പെട്ട് കണ്ടൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മള് മങ്കൂസ് മൗലൂദിൽ പറയുന്ന ഉസ്മാൻ ബിൻ ഉവൈരിസിനെ സംബന്ധിച്ച് ഇതുവരെ അദ്ദേഹം ആദ്യം ക്രിസ്തീയ വിശ്വാസമുള്ള ആളായിരുന്നു, അതിന്റെ ശേഷം അദ്ദേഹം മുശ്രിക്കായി എന്നൊക്കെയാണ്, അദ്ദേഹത്തിന് തർബീയത്ത് എല്ലാം പാടില്ല എന്നൊക്കെയായിരുന്നു ഇതുവരെ പഠിച്ചിരുന്നത്. ഇപ്പൊ ഇന്നലെ ഒരു മൗലൂദിന്റെ സദസ്സിന്ന് വലിയൊരു ഉസ്താദ്, കാര്യപ്പെട്ട ആൾ തന്നെയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞിങ്ങനെ നമ്മുടെ മൂല്യന്മാർക്ക് ഇതിനെ പറ്റി പഠിക്കാത്തതുകൊണ്ടാണ്, ചരിത്രം പഠിക്കാത്തതുകൊണ്ടാണ് ഉസ്മാൻ ഉവൈരിസ് മുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ പേരിൽ തർബീയത്ത് ചെല്ലണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന് ഗ്രൂപ്പിലൊന്നും ഇട്ടാലേ നമ്മൾ ഉസ്താദിന് മറുപടി അറിയുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد. പ്രിയ സഹോദരങ്ങൾ, സാന്ദർഭികമായി റബീഉൽ അവ്വലാണല്ലോ. ഒരു ചോദ്യം നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ചെറിയൊരു വിശദീകരണം സമയത്ത് അത് പലപ്പെടും എന്ന നിലക്ക്. റുവിയ അൻ യഹ്യ ബിൻ ഉർവ റളിയല്ലാഹു അൻഹുമാ അന്ന നഫറൻ മിൻ ഖുറൈശിൻ എന്ന് തുടങ്ങുന്ന ഇക്കാര്യത്തിൽ ചോദ്യക്കാരൻ ഉസ്മാൻ ബിൻ ഉവൈരിസിനെ പറ്റിയേ ചോദിച്ചിട്ടുള്ളെങ്കിലും ആ ചരിത്രത്തിന്റെ ചുരുക്കം പറയാം. ഒന്നാമത്തെ കാര്യം മങ്കൂസ് മൗലൂദ് ഓതുന്ന എല്ലാ സുന്നി മുസ്ലിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ചരിത്ര സംഭവം ഹിക്കായത്ത് ചെയ്യുന്ന യഹ്യ ബിൻ ഉർവ റളിയല്ലാഹു അൻഹു പൊതുവെ നമ്മുടെ ഉസ്താദന്മാരോ മുഅല്ലിമീങ്ങളോ ഒന്നും തർബിയത്ത് ചൊല്ലുന്നത് കേട്ടിട്ടില്ല. അത് ശരിയല്ല. മഹാനായ സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അൻഹുവിന് അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ ജനിച്ച ഉർവത്തുൽ സുബൈർ, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ. നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷമാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് താബിയാണ്. ആയിഷ ബീവിന്റെ അടുക്കൽ നിന്ന് ഇൽമു പഠിച്ച വലിയ മുഹദ്ദിസുമാണ് ഈ ഉർവത്ത്. ഈ ഉർവത്തിന്റെ മകൻ ആണ് യഹ്യ. അപ്പം താബിയാണ് എന്ന് പറയും. മാത്രമല്ല ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള മുഹദ്ദിസീങ്ങളുടെ സനദിൽ വരുന്ന റിജാലിൽപ്പെട്ട ശൈഖുമാണ്. അപ്പോൾ വലിയ ഇമാമും സിഫത്തായ താബിയിൽപ്പെട്ട വലിയൊരു ഇമാമാണ്. അദ്ദേഹമാണ് ചരിത്രം ഉദ്ധരിക്കുന്നത്. അവിടെ നമ്മൾ യഹ്യ ബിൻ ഉർവ എന്ന് പറഞ്ഞു പോകാതെ യഹ്യ ബിൻ ഉർവ റളിയല്ലാഹു അൻഹു എന്ന് കൂട്ടുന്നതാണ് വേണ്ടത്. കാരണം റിജാലുൽ ബുഖാരിയിൽപ്പെട്ട ആളായ താബിയായ ആളാണ്. അത് കൂട്ടത്തിൽ പറയും. അന്ന നഫറൻ മിൻ ഖുറൈശിൻ എന്നേ നമ്മളെ മങ്കൂസ് മൗലൂദിലുള്ളൂവെങ്കിലും ചരിത്രം പറയുന്നത് ഇങ്ങനെ കൊല്ലത്തിൽ ഒരു വലിയൊരു ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൽ ധാരാളം പ്രതിഷ്ഠകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്സവം നടക്കുന്ന ദിവസം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ മുമ്പും ജനിച്ച ശേഷം നുബുവത്തിന് മുമ്പും ഒക്കെ ഹനീഫികൾ എന്ന് പറഞ്ഞിട്ട് ഏകദൈവ വിശ്വാസികളുണ്ട്. കുറവാണെന്നുള്ളൂ. തൂഫാന്റെ ശേഷം 7 ആളെങ്കിലും മുവഹിദുകളും മുഅ്മിനുകളും ഇല്ലാതെ ലോകം കടന്നുപോയിട്ടില്ല എന്ന് ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ജാഹിലിയ കാലത്തുള്ള ഹനീഫികൾ, അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അല്ലാഹു ഒരുവനായ റബ്ബിനെ അവർ വിശ്വസിക്കുകയും ശിർക്കിനെ അവർ തള്ളിപ്പറയുകയും ഇബ്രാഹിമി മില്ലത്താണ് ഹക്ക് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് എങ്ങനെയെന്നുള്ള വിവരങ്ങൾ എങ്കിലും അവർ മുഅ്മിനുകളാണ്. അക്കൂട്ടത്തിൽപ്പെട്ട മുവഹിദുകളായ ഹനീഫികളായ 4 ആളുകൾ. ഒന്ന് മഹാനായ വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു. തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയപ്പം പറ്റവൃദ്ധനായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആള് ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷ്, അതായത് ഉഹുദിൽ ഷഹീദായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. പക്ഷേ ആ കൂട്ടത്തിൽ ദൗർഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റുന്നത് ഈ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. ഞാൻ പറയാം. പിന്നെ 4-മൻ ഉസ്മാൻ ബിൻ ഉവൈരിസ്. ഈ 4 പേരുകളും അല്ലാഹുവിനായ റബ്ബിൽ വിശ്വസിക്കുകയും ഇബ്രാഹിമി മില്ലത്താണ് ഹക്ക് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, ഹനീഫികളാണ്. ഇവര് ഈ ഉത്സവത്തിലും ആഘോഷത്തിലൊന്നും പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറി ക്ഷേത്രത്തിന്റെ അടുത്ത് ആളുകളൊക്കെ പോയിട്ട് മൈതാനിയിൽ ആഘോഷം കൊണ്ടാടുമ്പം ഇവരയിലൊന്നും കൂടാതെ ക്ഷേത്രത്തിന്റെ പരിസരത്തിരുന്ന് കൂടിയാലോചിക്കുക. നമ്മൾ ഈ കൗമി കാട്ടിക്കൂട്ടുന്നതൊന്നും ശരിയല്ല. ഈ കല്ലുകൊണ്ടും മരം കൊണ്ടും ഇരുമ്പ് കൊണ്ടും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന ഈ ബിംബങ്ങളൊന്നും ആരാധിക്കാൻ പറ്റുന്നതല്ല. ഇവരുടെ ഈ നയവും ഈ നടപടിയും ഈ ആചാരങ്ങളും ഒക്കെ തെറ്റാണ്. ശരി ഇതല്ല. നമ്മൾ എന്ത് ചെയ്യും ഈ വിഷയത്തിൽ? ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഗതി വശാൽ ഈ ഉത്സവം നടക്കുന്ന രാത്രി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റോടടുത്ത സമയത്ത് പ്രസവിക്കപ്പെട്ടു. അന്നത്തെ രാത്രിയാണ് സംഭവം.
ഇവര് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ അവര് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കാണാം ഈ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠകളൊക്കെ തലകുത്തി വീണു. അവർക്ക് പേടിയായി. എന്താ പേടി? ഈ ബിംബത്തിനെ പേടിച്ചിട്ടല്ല. നൂറുകണക്കിന് ആളുകൾ ഉത്സവത്തിന് വന്നവരുണ്ട്. അവർ ഉത്സവ പറമ്പിലാണ്. വെളിച്ചം വെച്ച് പ്രഭാതമായി കഴിഞ്ഞാൽ അവരൊക്കെ ക്ഷേത്രത്തിൽ വന്ന് പൂജിച്ച് ഈ ബിംബങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച നിവേദ്യങ്ങളൊക്കെ പുണ്യത്തിന് വേണ്ടി കൊണ്ടുപോകും. അപ്പൊ അവര് വരുമ്പോ ഓരോ കൂട്ടത്തിൽ കൂടാത്ത നമ്മൾ 4 ആളാണെന്ന് ഓൽക്കറിയാം. ഓരോടൊക്കെ അറിയാൻ പറ്റും ഇവര് എന്താണ് ഹനീഫികളാണ്. അപ്പൊ നമ്മൾ വെറുതെ അടുത്തുണ്ടാവുകയും മറ്റോര് വരുമ്പോൾ ഇത് വീണെടുക്കുകയും ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ കാട്ടിയ വികൃതിയാണ് എന്ന നിലക്ക് ആളുകളൊക്കെ നമ്മളെ തലയെ കയറും. വേഗം ഇവര് പോയിട്ട് എന്താക്കി ചൊക്കിനെടുത്ത് വെച്ച് ഓൽക്ക് അതിനോട് ബഹുമാനം ഉണ്ടായിട്ടല്ല, മറ്റേ വന്ന് തല തച്ചോട്ടിക്കും ജനങ്ങൾ. അത് പേടിച്ചിട്ട് എടുത്തു വെച്ച് വീണ്ടും വീണു, എടുത്തു വെച്ച് വീണ്ടും വീണു. 3 പ്രാവശ്യം എടുത്തു വെച്ചപ്പോഴൊക്കെ പിന്നെയും വീഴുക. അപ്പോ ഈ ഉസ്മാൻ കൂട്ടുകാരോട് പറഞ്ഞു, ബാക്കി 3 ആളോട്, സുഹൃത്തുക്കളെ, ഇത് നമ്മൾ വിചാരിക്കും പോലെയല്ല, അതെന്തോ ഒരു അത്ഭുതം ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വീണുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനി ഇവിടെ തുടരുന്നത് പന്തിയല്ല. കാരണം ആളുകൾ വെളിച്ചം വെച്ചാൽ വരും, നമ്മളെ കണ്ടാൽ നമ്മളെ അവരുപദ്രവിക്കും. നമ്മളൊരു കാര്യം ചെയ്യാം, എവിടെയാണ് ഇബ്രാഹിമി മില്ലത്ത് ലോകത്തുള്ളത് എന്ന് അന്വേഷിച്ചിറങ്ങുക. അങ്ങനെ അന്വേഷിച്ചിറങ്ങി ഈ 4 പേരും അതിൽ വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹു യഹൂദി മതവും അവരുടെ ഭാഷയും നസ്രാനി മതവും അവരുടെ ഭാഷയും പഠിച്ച് തൗറാത്തും ഇഞ്ചീലും പഠിച്ച് നിലവിലുള്ള ഇസ്ലാമാവുന്ന നസ്രാനി മതത്തിൽ ഉൾക്കൊള്ളുകയും തൗറാത്തും ഇഞ്ചീലും അവരുടെ ഭാഷയിൽ നിന്ന് ഭാഷ മാറ്റി അറബിയിലേക്ക് എഴുതുകയും ചെയ്തിരുന്നു. അദ്ദേഹം എഴുത്തു പറയുന്ന ആളാണ്, ബഹുഭാഷ പണ്ഡിതനാണ് അദ്ദേഹം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ വാർത്തയുമായിട്ട് സ്ഥിരീകരണത്തിന് വേണ്ടി ഖദീജ ബീവി കൊണ്ടുപോയാണ്. അപ്പൊ തന്നെ അദ്ദേഹം അത് അംഗീകരിച്ച് സ്വീകരിക്കുകയും നബി തങ്ങളുടെ പരസ്യമായ ദൈവത്തിന് മുമ്പ് വഫാത്താവുകയും ചെയ്തു. അദ്ദേഹം സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്. അതിൽ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലും ഉബൈദുല്ലാഹി ബിൻ ജഅ്ഷും ഇവർ 2 പേർക്കും കൃത്യമായ സത്യസന്ധമായ യഹൂദി മതമോ പൂർണ്ണമായി സത്യസന്ധമായ നസാറ മതമോ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെയല്ല, പല നസാറ പുരോഹിതന്മാരും അവരോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ചാൽ അരി കിതാബുകൾ അടുത്തൊന്നും യഥാർത്ഥ ഇബ്രാഹിമി മില്ലത്ത് കിട്ടൂല, നിങ്ങളെ നാട്ടിലേക്ക് പോയിക്കോളി. നിങ്ങളെ നാട്ടിൽ തന്നെ ഇബ്രാഹിമി മില്ലത്ത് പുനർജീവിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ നബി വരും. ഏകദേശം അദ്ദേഹത്തിന്റെ കാലമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജനിച്ചു കഴിഞ്ഞാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇവർ 2 ആളും തിരിച്ചു വന്നു. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ നമുക്കറിയാം, ബൈബിളിലൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം കഅബത്തിന്റെ മുറ്റത്ത് വരും. ഇതിന്റെ ജനങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഈ ബിംബങ്ങളൊന്നും ഇലാഹുകളല്ല, അള്ളാഹു ലോകം പഠിച്ചു പോറ്റുന്ന റബ്ബ് ഇബ്രാഹിമിന്റെ റബ്ബിനെ ഞാൻ ബാത്തെടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 2 കൈ നിരത്തി വെച്ച കയ്യിൽ സുജൂദ് ചെയ്യും. എന്നിട്ട് പറയും, പഠിച്ചോനെ എങ്ങനെ ഇബാദത്ത് ചെയ്യേണ്ടത് എനിക്കറിയില്ല, ഇനി ഒരുവനെ ഇബാദത്ത് ചെയ്യാൻ അറിയാനുള്ളൂ എന്ന് വെച്ചു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നുബുവത്തിന് മുമ്പ് വഫാത്താവുന്നതിന്റെ തൊട്ടു മുമ്പ് ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സഈദ് ബിൻ സെയ്ദ് അസത്തുൽ മുബശ്ശിരീങ്ങൾപ്പെട്ട അവരോട് വസിയത്ത് ചെയ്യുകയും ചെയ്തു, മോനെ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ട് നീ എത്തിക്കും, അങ്ങനെ അന്ത്യപ്രവാചകൻ നമ്മുടെ നാട്ടിൽ വരും, അപ്പൊ നീ വിശ്വസിച്ചോളാം. അതുകൊണ്ട് തന്നെ ആദ്യകാല വിശ്വാസികളിൽ പെട്ട് അദ്ദേഹം ഈ ഉബൈദുല്ലാഹി ബിൻ ജഅ്ഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ കണ്ട് നുബുവത്ത് കിട്ടിയതിന് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു. അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബയെ കല്യാണം കഴിച്ചു. അവരും ഇസ്ലാം മതം സ്വീകരിച്ചു. ഹബശയെ പോയിട്ട് ആ ഹബശയിൽ വെച്ച് ഇയാള് മദ്യപാനി, അന്ന് ഇസ്ലാം മദ്യപാനം നിരോധിച്ചിട്ടില്ല, യഥേഷ്ടം മദ്യപിക്കാൻ സ്വാതന്ത്ര്യം ഇസ്ലാമിനേക്കാൾ കൂടുതലുള്ളത് നസാറ മതത്തിലാണെന്ന് മനസ്സിലാക്കി ഈ പാവം മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് മുർത്തദായി നസ്രാനിയായി. അങ്ങനെ മുർത്തദായി നസ്രാനിയായ ഈ മനുഷ്യൻ അവസാനം മദ്യപിച്ച് തെരുവിൽ വീണ് കിടന്ന് ആരും നോക്കാനില്ലാതെ മരിച്ചുപോയി. മുഹബീബ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ കല്യാണം കഴിച്ചു. 4ാമത്തെ ആളാണ് നമ്മുടെ ചരിത്ര പുരുഷൻ ഉസ്മാൻ ബിൻ ഉവൈരിസ്. ഉസ്മാൻ ബിൻ ഉവൈരിസ് ഈ സത്യാന്വേഷണത്തിന് ഇറങ്ങി ചില നസറ പുരോഹിതന്മാരെ കണ്ട് അവരിൽ നിന്നിട്ട് നസ്രാനി മതം മനസ്സിലാക്കി അക്കാലത്തെ ഇസ്ലാമായിരുന്ന നസാറ മതത്തിൽ കൂടി. അങ്ങനെ നസാറ മതത്തിൽ കൂടിയ ഇദ്ദേഹം
ആകർഷണീയമായ പേഴ്സണാലിറ്റിന്റെ ഉടമയാണ് ഉസ്മാൻ ബിൻ ഉവൈസ്. ആരും കണ്ടാൽ മതിപ്പ് തോന്നും. നല്ല ബുദ്ധിമാനാണ്, ചിന്തകനാണ്, കൈകാര്യകർത്തൃത്വത്തിൽ അധിക കഴിവുള്ള ആളാണ്. ഇത് മനസ്സിലാക്കിയ റോമ ചക്രവർത്തി, അവർ നസ്രാനികളാണല്ലോ, ഈ ഉസ്മാൻ ബിൻ ഉവൈസിനെ തന്റെ ദർബാറിലെ കാര്യാലോചനാ സമിതി മെമ്പറായെടുത്തു. അങ്ങനെ അദ്ദേഹം നസ്രാനിയായി. പിന്നെ മുർത്തദായിട്ടില്ല, നസ്രാനിയായി. കൈസർ ചക്രവർത്തിയുടെ ദർബാറിലെ ഉപദേഷ്ടാവായി ജീവിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹം മുശ്രിക്കാണ്, കാഫിറാണ്, അല്ലെങ്കിൽ പിന്നെ മുർത്തദാണെന്നൊന്നും പറയുന്ന ചരിത്രത്തിൽ യാതൊരു രേഖയുണ്ട്. ഉസ്മാൻ ബിൻ ഉവൈസ് ആദ്യം ഹനീഫിയായിരുന്നു. പിന്നെ ഈ ഹനീഫിയത്തിന്റെ യഥാർത്ഥ കോപ്പി അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ അന്ന് നബി തങ്ങളുടെ നുബുവത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന ഇസ്ലാം നസ്രാനിയത്താണല്ലോ. അങ്ങനെ ഇയാൾ നസ്രാനിയായി, നബി തങ്ങളുടെ നുബുവത്തിന് മുമ്പ് തന്നെ നസ്രാനിയായി ജീവിച്ച് മരിച്ച ആളാണ്. അപ്പൊ അയാളുടെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. ഇതാണ് ഈ നഫറിനെ പറ്റി പറയാനുള്ളത്. ഈ നാലാളുകൾ, ഈ നാലാളുകളിൽ ഉസ്മാൻ ബിൻ ഉവൈസ് നസ്രാനി മതം സ്വീകരിച്ച് നസ്രാനിയായി മരണപ്പെട്ട ആളാണ്. ചരിത്രം ഇവര് ഉസ്മാൻ ബിൻ ഉവൈസ് ചൊല്ലിയ ബൈത്താണ് അങ്ങനെ കുറച്ചാണെത്തുമ്പോ ലാസ്റ്റ് നമ്മള് തറദ്ദാലി മൗലൂദിൻ എന്ന് മുതൽ ആത്തിഫാണ്. ഈ ബിംബത്തിൽ വീണ് കിടക്കുന്ന ബിംബത്തിൽ നിന്ന് കേട്ട ഒരു അശരീരി ശബ്ദമാണ് തറദ്ദാലി മൗലൂദിൻ ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റബ്ബി. റിവായത്തുകളിൽ ചില ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഫയാല ഖുസയ്യൻ യർജഉ മിൻ വലാലിക്കും വഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിൽ റഹ്ബി എന്ന് വരെയുള്ള ബൈത്തുകൾ അത് ബിംബത്തിൽ നിന്ന് കേട്ട അശരീരി ശബ്ദം. ചില ആളുകൾ പറയുന്നുണ്ട് ആ ബൈത്തിന് തന്നെ ജവാബെല്ലാം ഉണ്ടാകും. വേറെ ഒരു കൂട്ടരുണ്ട് അയാസാനമലീദിക്ക് ജവാബെല്ലാം ഉണ്ടാകും. പിന്നെ ഏത് വേണം? തറദ്ദാലി മൗലൂദിൻ മുതൽക്ക് ചെല്ലണം. തറദ്ദാലി മൗലൂദിന്ന് ചെല്ലിയത് ബിംബത്തുനിന്നാ, ജിന്നയിക്കാറായി ചെല്ലണേ, അല്ലെങ്കിൽ ശൈത്താൻ. ഇവിടെ അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളിൽ ഒരു കാറ്റഗറി ഹവാത്തിഫ് എന്ന, ആളെ കാണാതെ അശരീരി ശബ്ദം കേട്ടതിനാണ് ഹവാത്തിഫ് എന്ന് പറയാം. ഈ ചരിത്ര സംഭവം, ഈ ഹവാത്തിഫിന്റെ കൂട്ടത്തിൽ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വൻ നിഹായ എന്ന ലോകപ്രസിദ്ധ ചരിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാം ഖസ്തല്ലാനിയുടെ മവാഹിബുൽ ലദുന്നിയുടെ ശർഹിൽ ഹാശിയയിൽ മുല്ല അലി അൽ ഖാരി പറഞ്ഞിട്ട്, അതുപോലെ ഇമാം സർഖാനി പറഞ്ഞിട്ടുണ്ട് ഇതേ ശർഹിൽ തന്നെ. ഇങ്ങനെ പ്രസിദ്ധരായ ചരിത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ച, പറഞ്ഞ, അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ ആധികാരികമായി പഠിപ്പിച്ച ചരിത്രമാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഉസ്മാൻ ബിൻ ഉവൈസ് എന്ന് പറയുന്ന ആള് ആദ്യഘട്ടത്തിൽ ഹനീഫിയായി, ശിർക്കില്ലാതെ തൗഹീദ് വിശ്വസിച്ച്, ഇബ്രാഹിം മില്ലത്ത് ഹക്കാണെന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്ന വിവരമില്ലാത്ത ആളുകളിൽപ്പെട്ട ആൾ. പിന്നീട് സത്യം അന്വേഷിച്ചിറങ്ങിയ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് നസ്രാനിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് വഫാത്തായിപ്പോയി. മുമ്പ് പറഞ്ഞ നുബൂവത്തിന് മുമ്പ്. ഇതാണ് ചരിത്രം. അപ്പോ ജവാബ് ചെല്ലണോ ചെല്ലണ്ടേ? ചെല്ലിയാ നല്ലത്, ചെല്ലിയിട്ടില്ലെങ്കിൽ കേടൊന്നുമില്ല. അപ്പൊ നമ്മള് മൗലൂദിന് കൂട്ടി ചെല്ലുന്ന ജവമൂലമാരില്ല, ജവാബ് ചെല്ലാതെ പോണവരും ഉണ്ട്, 3 വരിക്ക് 4 വരിക്ക് ഒരു ജവാബ് മാത്രം ചെല്ലുന്നവരും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഹറാമെന്നൊന്നും പറഞ്ഞുകൂടല്ലോ. പക്ഷെ ആദത്ത് അങ്ങനെയല്ല, ജവാബ് ചെല്ലലാണ്. ആ കൂട്ടത്തിൽ ജവാബ് ചെല്ലണം, സലാത്തും ചെല്ലണം. അത് കാഫിരീങ്ങളോ മുശ്രിക്കീങ്ങളോ പറഞ്ഞതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുത സംഭവമാവുന്ന ഈ ബിംബങ്ങൾ തലകുത്തി വീണത് കണ്ടപ്പോൾ അന്നത്തെ ഹനീഫികളിൽപ്പെട്ട 4 അംഗത്തിൽപ്പെട്ട ഒരാള് ഉസ്മാൻ ബിൻ ഉവൈസ് ചൊല്ലിയതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇർഹാസ് എന്ന് പറയുന്ന നുബുവത്തിന്റെ മുമ്പ് ഉണ്ടാവുന്ന അസാധാരണ അത്ഭുത സംഭവങ്ങളിൽപ്പെട്ട ഒരു സംഭവമാണ്. മൗലിദിന്റെ ഉദ്ദേശം തന്നെ അതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തും അതിന്റെ തൊട്ടു മുമ്പും ജനിച്ച ഉടനെ കുട്ടിയായ കാലത്തുണ്ടായ അത്ഭുതങ്ങൾ പറയാനാണല്ലോ മൗലിദുകളിൽ അധികവും. അതിൽപ്പെട്ടൊരു സംഭവമാണ്. അപ്പോ അതിന് ജവാബ് ചെല്ലുകയാണ് നല്ലത്. ചെല്ലിയിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുന്ന അർത്ഥത്തിനല്ല, ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു ന്യായവുമില്ല. എന്താ, ബിംബാരാധകന്മാർ ചെല്ലിയതല്ല അത്. ഈ ഉസ്മാൻ ബിൻ ഉവൈസോ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ നഫറിൽപ്പെട്ട ബാക്കി 3 ആളുകളോ ആരും മുശ്രിക്കീങ്ങളല്ല. അവരൊക്കെ അള്ളൊരുവനായ റബ്ബിന്റെ തൗഹീദിൽ വിശ്വസിക്കുകയും
ഇബ്രാഹിം മില്ലത്താണ് ഹക്ക് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അക്കാലത്തെ ആളുകളാണ്. അവർക്ക് മുഅ്മിൻ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും മുശ്രിക്കല്ല, കാഫറല്ല, പത്രത്തിന്റെ അഹിലുകാരാണ് അവർ. അതിൽപ്പെട്ട മുവഹീദുകളാണ്. ഇബ്രാഹിം മില്ലത്താവുന്ന ഹനീഫിയത്ത് അംഗീകരിച്ചു. അപ്പോ ചെല്ലുന്നതാണ് നല്ലത്, നിർബന്ധമാണെന്ന് ഏതിലുമില്ല. അത് ദീനൂല. ചുരുക്കം ആകത്തുകങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. വാഹുദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.